ഇനി നമ്മൾ നേരെ പോകുന്നത് മണിക്കിണറിലേക്കാണ്. ഇവിടുത്തെ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പാൽപ്പായസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാൽപ്പായസം എത്ര ടേസ്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. മണിക്കിണറാണ് ഈ കാണുന്നത്. ഇതിനകത്ത് കയറാൻ പറ്റില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു. ഈ കാണുന്ന നാടകശാല. നാടകശാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് കൂത്തും കൂടിയാട്ടവും കഥകളിയും എല്ലാം അരങ്ങേറിയിരുന്ന സ്ഥലമാണ് ഈ നാടകശാല. ഇതാണ് അതിൻ്റെ സ്റ്റോറി. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. ഇതിന് അകത്ത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നാടകശാല. പഴയ വാസ്തുവിദ്യയുടെ ഒരു എന്താ പറയുക, വുഡ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒറ്റത്തടിയിൽ തീർത്തിട്ടുള്ള വിസ്മയം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്ന സ്ഥലത്താണ് മെയിനായിട്ട് കൂത്ത് നടക്കുന്നത്, കൂത്ത് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എത്രത്തോളം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഇത് കണ്ടോ, അതിൻ്റെ മേൽഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ മൂലയിൽ ഓരോ പ്രതിഷ്ഠകളുണ്ട്. ഇതുണ്ട്, ശ്രീരാമൻ ആണെന്ന് തോന്നുന്നു വില്ല് പിടിച്ച് നിൽക്കുന്നത്. അതുപോലെ അതിൻ്റെ ദാരുശില്പങ്ങൾ, കൊത്തുപണികൾ ഉണ്ട്. ഇത് മറ്റേ ഏതോ ഫ്രൂട്ടാണ്. പിന്നെ നമുക്ക് അതിൻ്റെ വശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ വർക്ക് അവിടെയും കാണാം. നല്ല ഇതിൻ്റെ ചുറ്റും നമുക്ക് അങ്ങനെ ഫുള്ള് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒറ്റക്കല്ല് വിളക്ക് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഒരു നർത്തകിയുടെ എന്തോ രൂപം കാണാം. നർത്തകിയാണെന്ന് തോന്നുന്നു, എനിക്ക് ഡൗട്ടാണ്. ഇവിടെ ഒരു വയലിൻ വായിക്കുന്ന ഒരു സ്ത്രീ, അത് കറക്റ്റായിട്ട് കാണാം. ഇതാണ് നാടകശാലയുടെ സ്റ്റേജ് എന്ന് പറയുന്നത്. പണ്ട് 500-600 വർഷം മുന്നേ തന്നെ ഉള്ളൊരു ബിൽഡിങ്ങാണിത്. പിന്നെ ഇവിടുത്തെ നമുക്ക് ക്രോസ് കൊടുത്തിട്ടുള്ള വുഡ് കണ്ടോ, അതിൻ്റെ ഒരു വർക്ക് കണ്ടോ. ഇതൊരു ആന ചിഹ്നം വിളിക്കുന്ന ടൈപ്പ് ഒറ്റ തൂണാണ്, അവിടം വരെ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം ഈ വർക്കാണുള്ളത്. അങ്ങനെ 1, 2, 3 തൂണുകളാണുള്ളത്. പിന്നെ മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളാണ് ഇതിന് മൊത്തമുള്ളത്. അതിൻ്റെ അറ്റത്ത് നമുക്ക് ഓരോ ദാരുശില്പങ്ങൾ കാണാം.